ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ധനത്തിൻ്റെ അതിദേവതയായ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷം വേണ്ടുവോളം ലഭിച്ചിട്ടുള്ള ഒരു യോഗത്തിൽ ജനിച്ചവരെക്കുറിച്ചാണ്. ഈ യോഗത്തിൽ ജനിക്കുന്നവരുടെ വാസസ്ഥലത്ത് ലക്ഷ്മി ദേവിയുടെ സ്ഥിര സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈ യോഗത്തിൻ്റെ പേര് തന്നെ സ്ഥിരലക്ഷ്മി യോഗമെന്നാണ്. ഇവർ വലിയ ധനാഢ്യന്മാരും പ്രഭുക്കന്മാരും ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നവരും ശ്രേഷ്ഠമായ കുടുംബസുഖം അനുഭവിക്കുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ സൽക്കളത്രത്തോടും സന്താനങ്ങളോടും കൂടിയവരുമായിരിക്കും. ഈ യോഗമുണ്ടാകണമെങ്കിൽ ധനു, മീനം ഈ രാശികളിലൊന്ന് ലഗ്നമായിരിക്കുകയും അവിടെ വ്യാഴം ചന്ദ്രനോടും ചൊവ്വയോടും കൂടി നിൽക്കുകയും വേണം. അതായത് ധനു, മീനം എന്നീ രണ്ട് ലഗ്നങ്ങളിൽ ജനിച്ചവർക്ക് മാത്രമേ ഈ യോഗം കിട്ടുകയുള്ളൂ. ചന്ദ്രനും ചൊവ്വയും കൂടി യോഗം ചെയ്ത് നിന്നാൽ തന്നെ ശശിമംഗളയോഗമെന്ന ധനയോഗമാണ് സിദ്ധിക്കുന്നത്. ഈ ശശിമംഗളയോഗത്തെ ലക്ഷ്മി യോഗമെന്നും പറയുന്നു. അങ്ങനെയുള്ള ഒരു ശ്രേഷ്ഠമായ ധനയോഗത്തോടൊപ്പം ആ യോഗകർത്താക്കളായ ചന്ദ്രനോടും ചൊവ്വയോടും കൂടി ധനകാരകനായ വ്യാഴം യോഗം ചെയ്യുമ്പോൾ സ്ഥിരലക്ഷ്മി യോഗം ഉണ്ടാകുന്നു. ഈ ഒരു യോഗത്തോടു കൂടി മറ്റു ചില യോഗങ്ങളും ആ ജാതകന് കിട്ടുന്നു. ഈ മൂന്ന് ഗ്രഹങ്ങളും പരസ്പരം ബന്ധുഗ്രഹങ്ങളാണ്. ധനുലഗ്നത്തെ അപേക്ഷിച്ച് മീനലഗ്നത്തിൽ ജനിക്കുന്നവർക്കാണ് ഈ യോഗത്തിൻ്റെ ഫലങ്ങൾ കുറച്ചുകൂടി ശ്രേഷ്ഠമായി കിട്ടുന്നത്. കാരണം മീനലഗ്നമാകുമ്പോൾ ചൊവ്വ മീനലഗ്നത്തിൻ്റെ ധനാധിപനും ഭാഗ്യാധിപനുമായ ഗ്രഹമാണ്. ചന്ദ്രൻ മീനലഗ്നത്തിൻ്റെ സന്താനസ്ഥാനാധിപനും മനസ്ഥാനാധിപനുമായിട്ടുള്ള ഗ്രഹമാണ്. മനസ്ഥാനാധിപൻ അഥവാ 5ാം ഭാവാധിപനായ ഗ്രഹം. അപ്പോൾ ധനാധിപനും ഭാഗ്യാധിപനും സന്താനസ്ഥാനാധിപനും കൂടി ലഗ്നാധിപനുമായി യോഗം ചെയ്യുക എന്നത് തന്നെ വളരെ ശ്രേഷ്ഠമായൊരു യോഗമാണ്. ഇങ്ങനെ ലഗ്നാധിപനുമായി ഈ ഗ്രഹങ്ങൾ യോഗം ചെയ്യുന്നത് കാരണം ധനത്തിനും ഭാഗ്യത്തിനും സന്താനത്തിനും 10 മടങ്ങ് പുഷ്ടിയെ കൊടുക്കുന്നു. തന്നെയുമല്ല, ഒരു ജാതകത്തിലെ 2 ത്രികോണസ്ഥാനാധിപന്മാർ തമ്മിൽ യോഗം ചെയ്താൽ തന്നെ വളരെ ശ്രേഷ്ഠമായ രാജയോഗമാണത്. 5ഉം 9ഉം ഭാവാധിപന്മാരാണല്ലോ ത്രികോണസ്ഥാനാധിപന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ. ഇവിടെ 5ാം ഭാവാധിപനായ ചന്ദ്രനും 9ാം ഭാവാധിപനായ ചൊവ്വയും തമ്മിൽ യോഗം ചെയ്യുമ്പോൾ 2 ത്രികോണാധിപന്മാർ തമ്മിലുള്ള യോഗമായി മാറുന്നു. അതും ഈ യോഗഫലം ഇരട്ടിച്ച് കിട്ടാനുള്ള കാരണമായി മാറുന്നു. മറ്റൊന്ന്, ചന്ദ്രനും വ്യാഴവും തമ്മിൽ യോഗം ചെയ്യുമ്പോൾ അത് ഗജകേസരി യോഗമായി മാറുന്നു. അതുകൂടാതെ മീനലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ഗ്രഹമാണ് വ്യാഴം. ലഗ്നാധിപനുമായി ഏതൊക്കെ ഗ്രഹങ്ങൾ യോഗം ചെയ്താലും ആ ഗ്രഹങ്ങളെ കൊണ്ടും ആ യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾക്ക് ആധിപത്യമുള്ള ഭാവങ്ങളെ കൊണ്ടും ജാതകന് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇവിടെ വ്യാഴം മീനലഗ്നത്തിൻ്റെ ലഗ്നാധിപനും അതോടൊപ്പം തന്നെ കർമ്മസ്ഥാനാധിപനുമായ ഗ്രഹം കൂടിയാണ്. അപ്പോൾ ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപനും സ്വക്ഷേത്രത്തിൽ തന്നെ നിൽക്കുന്നതിനാൽ ആ ജാതകൻ സുന്ദരനും നല്ല ശരീരശോഭയോടും സുദൃഢമായ ശരീരത്തോടും കൂടിയവനും നല്ല കർമ്മപുഷ്ടിയോടും കീർത്തിയോടും കൂടിയവനും ആയിരിക്കും. ഈ ലഗ്നാധിപനോടുകൂടി ധനാധിപനും ഭാഗ്യാധിപനുമായ ചൊവ്വ യോഗം ചെയ്യുന്നതിനാൽ നല്ല ധനസമൃദ്ധിയോടു കൂടിയവനും വളരെ വർദ്ധിച്ച ഭാഗ്യത്തോടു കൂടിയവനും അതുപോലെ സന്താനസ്ഥാനാധിപനും മനസ്ഥാനാധിപനുമായ ചന്ദ്രൻ യോഗം ചെയ്യുന്നതിനാൽ സൽസന്താനങ്ങളോടുകൂടിയവനും സന്താനങ്ങളെ കൊണ്ട് സുഖാനുഭവങ്ങൾ ലഭിക്കുന്നവനും ശുദ്ധമായ മനസ്സോടുകൂടിയവനുമായി തീരുന്നു. ഇതിലൊക്കെ ഉപരിയായി വ്യാഴം ലഗ്നകേന്ദ്രത്തിൽ സ്വക്ഷേത്രത്തിലായി നിൽക്കുന്നത് കാരണം ഹംസയോഗമെന്ന പഞ്ചമഹാപുരുഷയോഗവും ആ ജാതകന് കിട്ടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരേ ഒരു യോഗം കൊണ്ട് തന്നെ സ്ഥിരലക്ഷ്മി യോഗത്തോടൊപ്പം ഹംസയോഗവും ഗജകേസരി യോഗവും ശശിമംഗളയോഗവും ആ ജാതകന് കിട്ടുന്നു. അപ്പോൾ പിന്നെ ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ സ്ഥിര സാന്നിധ്യം ആ ജാതകന് കിട്ടുന്നതിൽ വളരെ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി ധനുലഗ്നത്തിലാണ് മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥയോടുകൂടി ജനിച്ചതെങ്കിലും മേൽപ്പറഞ്ഞ യോഗഫലങ്ങളെല്ലാം ഏറെക്കുറെ ആ ജാതകനും കിട്ടും. എന്നാൽ ധനുലഗ്നത്തിൽ ജനിച്ചാൽ ചന്ദ്രൻ അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിൻ്റെ അധിപഗ്രഹമാണ്. സൂര്യചന്ദ്രന്മാർക്ക് അഷ്ടമാധിപത്യ ദോഷമില്ലെങ്കിലും ധനുലഗ്നത്തിൽ ജനിച്ചവർക്ക് മീനലഗ്നത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്ന അത്രയും യോഗഫലത്തിൽ പൂർണ്ണതയുണ്ടാവില്ല. അതുപോലെ തന്നെ ധനുലഗ്നത്തിൽ ജനിച്ചവർക്ക് ചൊവ്വായ്ക്ക് 5ാം ഭാവാധിപത്യത്തോടൊപ്പം അനിഷ്ടസ്ഥാനമായ 12ാം ഭാവാധിപത്യവും കൂടി കിട്ടുന്നു. ഇവിടെ 2 ത്രികോണസ്ഥാനാധിപന്മാരുടെ യോഗവും സംഭവിക്കുന്നില്ല. അത് കാരണമാണ് മീനലഗ്നത്തിൽ ജനിച്ചവരുടെ അത്രയും യോഗഫലം കിട്ടാതിരിക്കുന്നത്.
അപ്പോൾ പ്രിയ പ്രേക്ഷകർ അവരവരുടെ ഗ്രഹനിലയെടുത്ത് മീനലഗ്നത്തിലോ ധനുലഗ്നത്തിലോ ആണോ ജനിച്ചതെന്ന് നോക്കുക. ആണെങ്കിൽ ആ ലഗ്നത്തിൽ തന്നെ വ്യാഴവും ചന്ദ്രനും ചൊവ്വയും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ യോഗത്തിൻ്റെ പൂർണ്ണഫലങ്ങൾ ലഭിക്കണമെങ്കിൽ വ്യാഴവും ചന്ദ്രനും ചൊവ്വയും അവരവരുടെ നീചരാശികളിൽ നവാംശകം ചെയ്യരുത്. അതുപോലെ വ്യാഴത്തിനും ചൊവ്വായ്ക്കും മൗഢ്യം ഉണ്ടാകാതിരിക്കുകയും ചന്ദ്രന് പക്ഷബലം ഉണ്ടായിരിക്കുകയും വേണം. ഇവർ പാപഗ്രഹങ്ങളുമായി യോഗം ചെയ്യുകയോ അവരുടെ ദൃഷ്ടി ഇവരുടെ മേൽ ഉണ്ടാവുകയോ ചെയ്യരുത്. അങ്ങനെ വന്നാൽ ഈ യോഗം ഉണ്ടായിരിക്കും, പക്ഷേ ഈ യോഗത്തിൻ്റെ ഫലം കുറഞ്ഞിരിക്കും. ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത് മാസഫലങ്ങൾ മൂലം മുതൽ രേവതി വരെ എന്ന വീഡിയോയ്ക്ക് താഴെ മലപ്പുറം ജില്ലയിൽ നിന്നും രാധാകൃഷ്ണനാണ്. ആരോഗ്യം, ധനം, കുടുംബസംബന്ധമായ കാര്യങ്ങൾ എന്നിവ അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ധനപരമായി നോക്കുമ്പോൾ അത്രയധികം ധനപുഷ്ടിയുള്ളൊരു ജാതകമല്ലിത്. വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കഴിഞ്ഞു പോകാം എന്ന് മാത്രം. 18/3/2022 മുതൽ 18/3/2029 വരെ സുഖസ്ഥാനത്ത് നിൽക്കുന്ന കേതുർദശാ സമയമായതിനാൽ ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങൾക്കും കളത്രപുത്രാദികളെ കൊണ്ടുള്ള ദുരിതങ്ങൾക്കും ധനനഷ്ടത്തിനും വിദേശവാസത്തിനോ അഥവാ ഗൃഹം മാറി താമസിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാം. അതുപോലെ തന്നെ സുഖഹാനിക്കും സാധ്യതയുണ്ട്. അതിനോടൊപ്പം ഇപ്പോൾ ഏഴര ശനിയിലെ ജന്മശനി സമയം കൂടിയാണ്. അതിനാൽ ജന്മനക്ഷത്രം തോറും ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും ശനിയാഴ്ച നീരാഞ്ജന വഴിപാട് നടത്തുകയും സൂര്യൻ, ശനി, കേതു എന്നിവരുടെ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ തൃശ്ശൂരിലെ അവണൂരിൽ നിന്നും ഷടാനനാണ് ചോദിച്ചിരിക്കുന്നത്. ലഗ്നം ഏതാണ്? ഒരു നല്ല സമയം ജീവിതത്തിൽ ഉണ്ടോ എന്നിവയാണ് ചോദ്യം. ഷടാനൻ്റെ ജനനലഗ്നം മിഥുനമാണ്. ജന്മക്കൂറ് വൃശ്ചികവുമാണ്. 15/3/1983 മുതൽ 14/3/2003 വരെയുള്ള ശുക്രദശ അത്ര വലിയ ഗുണമൊന്നും ചെയ്തില്ല എങ്കിലും തരക്കേടില്ലാത്ത ദശാസമയമായിരുന്നല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ 15/3/2019 മുതൽ 14/3/2026 വരെ നടക്കുന്ന ചൊവ്വാദശയിൽ ധനപരമായി വലിയ കുഴപ്പമില്ല എങ്കിലും ഭാര്യാപുത്രാദികളുമായുള്ള വിരോധവും പിതാവിനോടും സഹോദരന്മാരുമായിട്ടുള്ള കലഹങ്ങളും അപകട സാധ്യതയും ഉണ്ടാകാം. ദോഷഫല ശാന്തിക്കായി ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യൻ, ഭദ്രാദേവി എന്നിവരെയും ആദിത്യനെയും ചൊവ്വയെയും ഭജിക്കുക. 29/3/2025 വരെ കണ്ടകശനി സമയം കൂടിയാണ്. 15/3/2026 മുതൽ 14/3/2044 വരെ വരുന്ന രാഹുർദശാ സമയം തരക്കേടില്ലാത്ത സമയമായിരിക്കും. എന്നാൽ ആ ദശാസമയത്ത് കടബാധ്യത ഉണ്ടാകാതെയും വിഷസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കണം. മൂന്നാമത്തെ ചോദ്യവും മേൽപ്പറഞ്ഞ അതേ വീഡിയോയ്ക്ക് താഴെ തലശ്ശേരിയിൽ നിന്നും അനുശ്രീയാണ് ചോദിച്ചിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചും BEdന് പഠിക്കുന്നത് നല്ലതാണോ എന്നും കഴിഞ്ഞ 7 വർഷമായി അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല എന്നും അത്രത്തോളം മാനസികമായി തകർന്നെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അനുശ്രീക്ക് 18/2/2019 മുതൽ 17/2/2035 വരെ കേന്ദ്രാധിപത്യ ദോഷമുള്ള വ്യാഴദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഏഴര ശനിയും. ഇപ്പോൾ ഏഴര ശനിയിലെ ഏറ്റവും ദോഷപ്രദമായ ജന്മശനിയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് കഷ്ടതകൾക്ക് കാരണം. എന്നാൽ വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാലും ഏഴര ശനിയുടെ ഏറ്റവും കൂടുതൽ ദോഷപ്രദമായ കാലഘട്ടം 29/3/2025 കൂടി കഴിയുന്നതിനാലും കൂടുതൽ പേടിക്കേണ്ട കാര്യമില്ല. അരിഷ്ടതകൾ മാറാൻ വേണ്ടി ജന്മനക്ഷത്രം തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന നടത്തുകയും ശനിയാഴ്ച ദിവസം നീരാഞ്ജന വഴിപാട് നടത്തുകയും ചെയ്യുക. സൂര്യൻ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങൾ ഭക്തിയോടെ ജപിക്കുകയും ശനിയാഴ്ച ദിവസം രാവിലെ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാലിന് 7 പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. അനുശ്രീക്ക് മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, റവന്യൂ, ഫോറസ്റ്റ് എന്നീ വകുപ്പുകളാണ് അനുയോജ്യമായിട്ടുള്ളത്. ആ മേഖലകളിൽ ജോലി തേടുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ
ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും പുതിയ വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.